ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണുന്നത്. ആദ്യം നമ്മൾ ഒരു ബക്കറ്റ് എടുത്ത ശേഷം അതിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ബാർ സോപ്പ് കുറേശ്ശെ ചീകിയിടുക. ഇങ്ങനെ ചെറുതായിട്ട് ബാർ സോപ്പ് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളത്തിലേക്ക് ചീകിയിടുക. അതിനുശേഷം ആ ബാർ സോപ്പ് വെള്ളവുമായി മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ചെയ്യണം. തരിയായിട്ടോ അല്ലെങ്കിൽ ചെറിയ പീസായിട്ടൊന്നും കിടക്കാതെ അത് ശരിക്ക് വെള്ളവുമായിട്ട് ഞെരടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാന്താരി മുളകോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ എടുക്കുക. കാന്താരി മുളക്, ഞാനിപ്പോൾ ഇവിടെ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. കാന്താരി മുളക്, വെളുത്തുള്ളി എടുത്ത് അത് ഇടിച്ച് പിഴിഞ്ഞ ശേഷം അതിൻ്റെ നീര്, വെള്ളമായിട്ട് മിക്സ് ചെയ്ത നീര് ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം. അതിനുശേഷം ഈ സോപ്പ് വെള്ളം നമ്മൾ ഒരു തുണി വെച്ച് അരിക്കണം. തുണി വെച്ച് അരിച്ച് ഒരു വേറൊരു ബക്കറ്റിലോട്ട് മാറ്റണം. നേരത്തെ തയ്യാറാക്കിയ സോപ്പ് വെള്ളം ഇതങ്ങനെ ആ സോപ്പ് വെള്ളം തുണി വെച്ച് അരിച്ച് അതിൻ്റെ കരടെല്ലാം മാറ്റി. അതിന് ശേഷം ഈ തുണി മാറ്റിയതിന് ശേഷം തുണി ഇരിക്കെ തന്നെ നമ്മൾ നേരത്തെ വെച്ച ആ കാന്താരി വെള്ളം, കലക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കാന്താരിയുടെ പൊട്ടും പൊടിയും ആ സോപ്പിൻ്റെ പൊട്ടും പൊടിയും എല്ലാം ഈ തുണിയിൽ വീണോളും. അതിന് ശേഷം തുണിയോ തോർത്തോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് ശേഷം ഈ വെള്ളം, ഇതിൻ്റെ രണ്ടിൻ്റെ മിക്സ് വെള്ളം മാത്രം വെക്കുക, അത് പിഴിഞ്ഞ് വെക്കുക. അതിന് ശേഷം ഇതാണ് നീം ഓയിൽ അല്ലെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കാനുള്ള വേപ്പെണ്ണ. ഇത് കടയിൽ മേടിക്കാൻ കിട്ടും. ഇതൊരു നമുക്കുണ്ടാക്കാൻ ഇത്രയും വെള്ളത്തിന് ഇപ്പോൾ ഇതിന് ഒരു ചെറിയ 2 അടപ്പ് ഒഴിച്ചാൽ മതിയാവും. ചെറിയ 2 ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് എടുത്തതിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളം, അപ്പോൾ ഇരുന്നതിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്യണം. എന്നാലത് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ആകണം. വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷമാണ് ഇത് ചെടികൾക്ക് ഒഴിക്കേണ്ടത്. കണ്ടില്ലേ, അത് നന്നായിട്ട് വെള്ളവുമായിട്ട് ചേർന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊരു കപ്പെടുത്ത് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമ്മളിത് ചെടികളിലേക്കോ നമുക്ക് ആവശ്യമായ പച്ചക്കറികളിലേക്കോ ഇത് തളിച്ചു കൊടുക്കുക. ഇത് പുഴുശല്യത്തിനും കീടശല്യത്തിനുമൊക്കെ നല്ലൊരു പരിഹാരമാണ്. ഇപ്പോൾ പയറിലോ പാവലിലോ ഒക്കെ ഉണ്ടാകുന്ന കീടശല്യങ്ങളും ഉണങ്ങിപ്പോക്ക്, മുഞ്ഞ, ഇതിനൊക്കെ ഏറ്റവും വലിയ പരിഹാരമാണ് ഈ വേപ്പെണ്ണ എമൽഷൻ. ഇതിന് കേടൊക്കെ വരുന്നതിന് മുന്നേ ഒരു 10 ദിവസം കൂടുമ്പോൾ പയറിന് പാവലിനൊക്കെ ഒഴിച്ചു കൊടുത്താൽ കീടശല്യങ്ങളെയൊക്കെ നമുക്കൊരു പരിധി വരെ അകറ്റി നിർത്താം. ഇതുപോലുള്ള വീഡിയോകൾ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.